അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധമായ ബറാഅത്ത് രാവിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ്. ബറാഅത്ത് രാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കോടിക്കണക്കിന് ആളുകൾക്ക് നരകമോചനം നൽകുകയും കോടിക്കണക്കിന് ആളുകൾക്ക് പാപമോചനം നൽകുകയും ഒരുപാട് ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ വിധിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. അതുപോലെ തന്നെ ഒരു വർഷത്തേക്കുള്ള നമ്മുടെ ആയുസ്സും ആരോഗ്യവും സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്ന ദിവസം കൂടിയാണ് ശഅബാൻ 15 രാവ്, അതായത് ഇന്ന് അസ്തമയത്തോടുകൂടെ. അല്ലാഹു തആല ഖൈർ കണക്കാക്കുന്നവർ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകമായി മുൻഗാമികൾ സൂറത്തു യാസീൻ 3 വട്ടം പാരായണം ചെയ്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് യാസീൻ ഓതുന്നത്? ഒന്നാമത്തെ യാസീൻ മഹാന്മാര് പഠിപ്പിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ക് കണക്കാക്കുന്ന ദിവസമായതുകൊണ്ട് റബ്ബിന്റെ ഭാഗത്തു നിന്ന് നമുക്കുണ്ടാകുന്ന സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും എല്ലാത്തിലും നമുക്ക് വിശാലതയും ബറക്കത്തും അഭിവൃദ്ധിയും വർധനവും എല്ലാം ഉണ്ടാകണം. അതിനെല്ലാം ഉദ്ദേശിച്ച് റിസ്ക് വിശാലമാകുക എന്നുള്ള ഉദ്ദേശത്തിന് വേണ്ടി ഒന്നാമത്തെ യാസീൻ ഓതുന്നു. രണ്ടാമത്തെ യാസീന് ഇൻഷാ അല്ലാഹ് നമുക്ക് ആയുസ് ലഭിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണവും ജീവിതവുമൊക്കെ കണക്കാക്കുന്ന രാത്രിയായതുകൊണ്ട് ദീർഘായുസ് ലഭിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടെ രണ്ടാമത്തെ യാസീൻ ഓതുന്നു. മൂന്നാമത്തെ യാസീൻ എപ്പോൾ മരിച്ചാലും ഈമാനോടുകൂടെയുള്ള നല്ലൊരു മരണം നമുക്ക് കിട്ടണം, അതിനുവേണ്ടി മൂന്നാമത്തെ യാസീൻ ഓതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. യാസീൻ ഓതുന്നതിൻ്റെ ഇടക്ക് സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ്. ഇടക്ക് സംസാരങ്ങൾ ഒഴിവാക്കി ഓതുക. അസറിന് ശേഷവും ഓതുന്നവരുണ്ട്, മഗ്രിബിന് ശേഷവും ഓതണമെന്ന് പറഞ്ഞവരുണ്ട്. രണ്ട് അഭിപ്രായങ്ങളെയും മാനിച്ച് 2 സമയവും നമുക്ക് ഓതാവുന്നതാണ്. കഴിയുന്ന സമയത്ത് നമുക്ക് ഓതാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവൻ പൊരുത്തപ്പെട്ടവരിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രാത്രി വളരെ കുറഞ്ഞ സമയം ഉറങ്ങിയ ചരിത്രമാണ് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ കിടന്നിറങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹു എണീറ്റപ്പോൾ വിരിപ്പിൽ കാണാൻ കഴിയാതിരിക്കുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്വേഷിച്ച് പുറപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികൾ മരണപ്പെട്ട് കിടക്കുന്ന ആ ജന്നത്തുൽ ബഖീഇലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം ആയിഷ ബീവി റളിയല്ലാഹു അൻഹു കണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇൻഷാ അല്ലാഹ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞവരെ കൂടി നമ്മൾ ഈ ദിവസം നമ്മൾ ഓർക്കുക. മനസ്സ് ശുദ്ധീകരിച്ച് ആരോടും ഒരു വിദ്വേഷമില്ലാതെ പകയില്ലാതെ, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളെയൊക്കെ നമ്മൾ വാത്സല്യത്തോടുകൂടെ കണ്ട്, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവർക്ക് ഈ രാത്രിയുടെ പുണ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകില്ല എന്നുള്ളതാണ്. അതുപോലെ വസ്ത്രം നെരിയാണിക്ക് താഴെ വലിച്ചിഴക്കുന്ന പുരുഷന്മാരിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഈ ദിവസം ഉണ്ടാവുകയില്ല. ലഹരിയുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് ഈ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ നോട്ടമുണ്ടാവുകയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ച് കുടുംബബന്ധം മുറിച്ചവരോടും മറ്റുള്ളവരോട് പിണങ്ങി നിൽക്കുന്നവർക്കും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഈ രാത്രിയിൽ കിട്ടുകയില്ല. മഗ്ഫിറത്തോ നരകമോചനമോ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് അവർക്കുണ്ടാവുകയില്ല. എല്ലാം കണക്കിലെടുത്ത് നല്ല മനസ്സോടുകൂടെ ഈ രാത്രിയെ സ്വാഗതം ചെയ്യാനും വേണ്ട കർമ്മങ്ങളൊക്കെ റാഹത്തോടുകൂടെ ചെയ്തു തീർക്കാനും റബ്ബു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.